സാന്ത്വന കേന്ദ്രത്തിന് പെയിന്റ് അടിക്കാനും അതിൻ്റെ മുന്നിലുള്ള ഗ്ലാസുകൾ വെക്കാനും നമ്മുടെ പാറോട്ടിൽ അഷ്റഫ് സാഹിബാണ് അതിൻ്റെ കാര്യം ഏറ്റെടുത്തത്. അതുപോലെ 1600 രൂപ വാടകയും അതിൻ്റെ കറണ്ട് ചാർജും ഉണ്ടാകും. അത് നമ്മുടെ എടശ്ശേരി ലബീബും കളത്തിങ്ങൽ ഉമ്മറും കൂടെ രണ്ടുപേരും കൂടെ അത് കൃത്യമായി അടച്ചോളാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാന്ത്വന കേന്ദ്രത്തിലെ താഴെ ഇടാനുള്ള ടൈൽസുകൾ അത് നമ്മളെ ഷെഫീഖ് സാഹിബും നമ്മുടെ പാലപ്പെട്ടി അബ്ദുറഹ്മാൻ സാഹിബ് കൂടിയാണ് അതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് ആവശ്യമായ അലമാരകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാശ് ഏറ്റെടുത്തത് എടശ്ശേരി ഹമീദ് സാഹിബും ഞാനും കൂടെയാണ്. അതുപോലെ അന്ന് തന്നെ നമ്മളെ തറമൽ ബാപ്പുഹാജി അതിലേക്ക് ആവശ്യമായ ഒരു കട്ടില്, കാശ് എത്ര വരുന്ന അതിനെ വലിയ സംഖ്യ വരുന്ന കട്ടിലാണ്. ആ കട്ടില് ആദ്യമായിട്ട് ബാപ്പുഹാജി ഏറ്റെടുത്തിട്ടാണ് അത് തുടങ്ങിയത്. അതുപോലെ ഒരു ക്ലോസറ്റ് ഉള്ള ഒരു എന്താ പറയാ ക്ലോസറ്റുള്ള കസേര, ആ കസേര നമ്മളെ അഡ്വാൻറ്റ് അസീസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയിൽ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഒക്കെ ഇനി സാന്ത്വന കേന്ദ്രത്തിന് മുമ്പായിട്ട് നമുക്കൊരു സമയം കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാ ആളുകളും അതിലേക്ക് സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമുക്കുള്ള ഭക്ഷണം നമ്മുടെ ജബ്ബാർ ഹാജിയുടെ വകയാണ്. ജബ്ബാർ ഹാജി പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തിയത് ഉമ്മയുടെ ഹദറത്തിലേക്ക് ആ ഉമ്മക്ക് വേണ്ടിയാണ് അവർ ഭക്ഷണം തരുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഉമ്മയുടെ ഹദറത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. സ്വർഗീയ ഭക്ഷണ പാനീയങ്ങൾ അല്ലാഹു തആല പകരമായി നൽകുമാറാവട്ടെ. ബാർക്കയുടെ ഉപ്പയും വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആ ഉപ്പക്കും ഉമ്മക്കും ജബ്ബാർക്കയുടെ കുടുംബത്തിനൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ജബ്ബാർക്കയുടെ എറണാകുളത്തുള്ള ഒരു സുഹൃത്ത് ഷിബു റഹ്മാനാണ് സുഹൃത്ത്. ആ സുഹൃത്തിന്റെ പങ്കാള് സലീഹ എന്ന സഹോദരി. ആ സഹോദരിക്ക് ക്യാൻസർ ബാധിച്ച്, ലെൻസിന് ക്യാൻസർ, അതുപോലെ വയറിലും ക്യാൻസർ ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2 പെൺമക്കളുടെ ഉമ്മയാണ്, ചെറിയ മക്കളുടെ ഉമ്മയാണ്. അല്ലാഹു തആല ആ സഹോദരിക്ക് പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. പടച്ചറബ്ബേ, നിന്റെ മഹാന്മാരായ ബദരീങ്ങളുടെ ഹഖജ ബറക്കത്ത് കൊണ്ട് അവരുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ അസുഖം നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. പടച്ചോനെ ആജിലായ കാമിലായ ശിഫയാക്കി നൽകണം അല്ലാഹ്. പടച്ചോനെ, ചെറിയ പെൺമക്കളുള്ള ഉമ്മയാണ്. ആ മക്കൾ അനാഥരായി പോകും, വല്ലതും സംഭവിച്ചാൽ ഉമ്മക്ക് പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. ആ കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാഹ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉമ്മർക്കയുടെ ശ്രമഫലമായിട്ട് വേറൊരു സഹോദരൻ 2500 രൂപ നമ്മുടെ ഈ സാന്ത്വനത്തിന്റെ വകുപ്പിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മുടെ അസീസ് കെ, ബഷീർ മാസ്റ്ററും ഷഫീഖ് സാഹിബും അദ്രാമൊക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റ ആളുകൾ അല്ലാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. സർവ്വ രോഗങ്ങളിലും അല്ലാഹു തആല അവർക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് മരണം വരെ നല്ല സ്വഹത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. പിന്നെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താണ്ടത്, സഹോദരന്മാരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. ചെറിയ വിലയുള്ളതൊക്കെ നിങ്ങൾക്കും ഏറ്റെടുക്കാം. അതൊക്കെ നമുക്ക് ആഖിറത്തിൽ കൂട്ടിയുണ്ടാവുള്ളൂ. നല്ല മാസാണല്ലോ, ഹബീബായ മുത്തുനബിയുടെ മാസാണ്. മുത്തുനബിയുടെ ഈ മാസത്തിന്റെ ആ ഫദല് കൊണ്ട് അതിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി അതിലേക്ക് നിങ്ങളും നല്ല ഓഫറുകളൊക്കെ ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയും ഒക്കെയായി പലപ്പോഴും പല ദുർബല നിമിഷങ്ങളിലും പെട്ട് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ഞങ്ങളെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നീ മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകൾ കാരണം ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കല്ല അല്ലാഹ്. വലിയ വലിയ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക്, ഞങ്ങളെ സ്നേഹിച്ചവർക്ക്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക്
എല്ലാവർക്കും നീ പൊറുക്കണം അല്ലാ, എല്ലാവർക്കും നീ അഫ്വ് ചെയ്യണം റഹ്മാനെ. പഠിച്ചോൻ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഭക്ഷണം പ്രിയപ്പെട്ട ജബ്ബാർ ഹാജിയുടെ വകയാണ്. ആ സഹോദരൻ ജബ്ബാർ ഹാജിയുടെ ബിസിനസ്സിൽ കച്ചവടത്തിലൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ആ കുടുംബത്തിൽ പൂവാടി കുടുംബത്തിന് വലിയ ബറക്കത്ത് നൽകണം അല്ലാ, ഐക്യവും ഒരുമയും നൽകണം റഹ്മാനെ. പൂവാടി കുടുംബത്തിന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരിലേക്കൊക്കെ അതിന്റെ സവാബിനെ നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഹാജിയുടെ ഉപ്പയും ഉമ്മയും അവരുടെ ഹദറത്തിലേക്ക് നീ നൽകണം അല്ലാ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകണം റഹ്മാനെ. പഠിച്ചോൻ ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പലരുടെയും ഉപ്പമാരും ഉമ്മമാർ ആരുടെ മണ്ണിലാണ്, അവരിലേക്ക് നൽകണം റഹ്മാനെ. അവരെ നീ സ്വർഗത്തിന്റെ അധികാരിൽ ഉൾപ്പെടുത്തണം അല്ലാ. അതുപോലെ തന്നെ വേറെ സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജുവൈരി എന്ന സഹോദരിക്ക് രോഗം ചുമയും അതുപോലെ തന്നെ പനിയൊക്കെ ബാധിച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ ഉറപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സഹോദരന്മാര് സഹോദരിമാര് ദുആ കൊണ്ട് ആരൊക്കെ ഉറപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ നിനക്കറിയാമല്ലോ റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണം അല്ലാ, രോഗങ്ങൾക്കൊക്കെ നീ പരിപൂർണ ശിഫ നൽകണം അല്ലാ. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നബിദിനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രഭാത മൗലിദിലേക്കും അതുപോലെ തന്നെ സമ്മാനങ്ങളായിട്ടും റാലിയിലും ഭക്ഷണത്തിനൊക്കെയായി ഒരുപാട് സഹോദരന്മാര് സ്വദേശത്തുള്ളവർ വിദേശത്തുള്ളവരൊക്കെ സഹായിച്ചു. എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഉമ്മർക്ക അതുപോലെ തന്നെ ഉമ്മർക്കയുടെ കെയർ ഓഫിൽ സഹോദരന്മാർ ഇതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്തവർ എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. ആരെയും നീ ഖായിബാക്കല്ല റഹ്മാനെ. പടച്ചോനോട് ഒരുമിച്ച് കൂടി ഉമ്മമാരും പലരും നിത്യമായി എല്ലാ മഹ്ദറത്തുൽ ബദരിയിലും പങ്കെടുക്കുന്നവരാണ്. അവർക്ക് വലിയ സവാബ് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ പ്രായമായ ഉമ്മമാര് വേച്ച് റൗദത്തുൽ ഖുർആന്റെ ക്ലാസ്സിന് വരുന്നവരുണ്ട്. അവർക്ക് നീ പരിപൂർണമായ ആഫിയത്ത് നൽകണം അല്ലാഹ്. രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ വലിയ ബറക്കത്തും സമാധാനം ഇസ്സത്തും ഐശ്വര്യവും നൽകണം റഹ്മാനെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളുടെ അകലുകാരെ ഞങ്ങളുടെ നാട്ടുകാരെ നീ കാക്കണം അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളുടെ മരണസമയം നീ നന്നാക്കി തരണം റഹ്മാനെ. പരിപൂർണമായ ഈമാനോടെ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ടുള്ള നല്ല മരണം നൽകണം റഹ്മാനെ. ചീത്ത മരണം ഞങ്ങൾക്കാർക്കും നൽകണ്ട അല്ലാഹ്. ഞങ്ങളെ നീ പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണം റഹ്മാനെ. നല്ല ഖൽബ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മനസ്സിൽ ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമോ വെറുപ്പോ നൽകല്ല അല്ലാഹ്. നല്ല സലീമായ ഖൽബ് നൽകണം റഹ്മാനെ. നല്ല ഖൽബുള്ള സ്വഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗ്ഗം നബി തങ്ങൾ വാഗ്ദാനം ചെയ്ത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചോനെ, ഞങ്ങളുടെ മനസ്സിലൊന്നുമില്ലാതെ അതുപോലെ ആ സ്വഹാബിക്ക് കിട്ടിയതുപോലത്തെ സ്വർഗ്ഗം ഞങ്ങൾക്കും വേണം. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരുമിച്ച് കൂടെ ഞങ്ങളെല്ലാവരെയും ഇതുപോലെ നബി തങ്ങളെ കാണത്തക്ക വിധത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.